ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്തുള്ള തൂവക്കാട് ഗഫൂർ ഫാത്തിമ ദമ്പതികളുടെ മനോഹരമായ ഒരു വീട് തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏഴര സെന്റ് സ്ഥലത്ത് ആകെ മൊത്തം 1900 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് പണിതിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഡിസൈനിൽ തന്നെയാണ് വീട് വരുന്നത്. അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കർവ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ മൊത്തത്തിൽ പെയിന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ബോർഡേഴ്സ് ഒക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ അടിപൊളിയായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിൽ അതും കിടിലനായിരിക്കും കേട്ടോ. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ LED ലൈറ്റ്സ് കൊടുത്തതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് ഒന്നുകൂടെ വീടിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കല്ലേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ വന്നിട്ട്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലായിട്ട് തന്നെ നീളത്തിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിന്റെ ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു 2 പില്ലർ വരുന്നുണ്ട്. അതിന് നടുക്കായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ മറുവശത്തായിട്ടും വലിയൊരു പില്ലർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ വലതുവശത്തായിട്ട് തന്നെ വുഡിന്റെ വലിയ 2 ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ വശത്ത് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ലാബ് വാർത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട്. ചെയറിന്റെ ബാക്ക് വാളിൽ നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത്. അതിന് രണ്ടിനെയും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ജസ്റ്റ് 2 LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ വരുന്നത്. LED ലൈറ്റ്സ് അല്ലാതെ മറ്റു കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇവിടുത്തെ മെയിൻ ഡോർ നോക്കുമ്പോൾ ഡോറിന്റെ മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രാഫി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡോർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വുഡിന്റെ ഡബിൾ ഡോർ ആണ് വരുന്നത്. 2 സ്റ്റീലിന്റെ ഹാൻഡ് റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറി വന്നാൽ ഇതാണ് കേട്ടോ നമ്മുടെ ഹാളിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വരുന്നത്. കയറി വരുന്ന ഭാഗം തന്നെ ഒരു ലിവിംഗ് സ്പേസ് ആണ്. കൂടാതെ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ചെറിയൊരു പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് തന്നെയാണ് ബെഡ്റൂമും അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഒക്കെ വരുന്നത്. ഇനി നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഷോവാളിലായിട്ട് അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ള നിഷ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനിടയ്ക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ആ LED ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. 3.3 മീറ്റർ ലെങ്ത്തിലും 3.3 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ ഇവിടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇനി അതിന് തൊട്ടടുത്ത ഈ ഭാഗത്തെ വോളിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലോക്ക് പ്രിന്റിംഗ് പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. വിൻഡോന്റെ 2 ഭാഗത്തായിട്ടും ഒരു നിഷ് ഡിസൈൻ കൊടുത്തിട്ട് അതിനിടയ്ക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ജിപ്സം ബോർഡിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റ് LED ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ സിംപ്ലി സൂപ്പർബാണേ. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗത്ത് ചെറിയൊരു വാൾ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. 3.5 മീറ്റർ ലെങ്ത്തിലും 5.9 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ ഡൈനിങ് ഏരിയ വരുന്നത്.
ഡൈനിങ്ങിലേക്ക് വന്നാൽ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിൽ ടേബിൾ ടോപ്പിൽ ഗ്ലാസ് വരുന്ന അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ ടേബിളിന്റെ ചെയർ നോക്കുകയാണെങ്കിലും വുഡിന്റെ അത്യാവശ്യത്തിന് വലിയ ചെയർസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി അതിന് മറുവശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടാ. തൊട്ടടുത്തുള്ള ഈ വാളിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യത്തിന് നീളത്തിൽ 2 നിഷ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളൂ കേട്ടാ. ഇനി ഡൈനിങ്ങിലെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ഒരു വുഡിന്റെ ഡിസൈൻ ആണ് വരുന്നത്. അതിലായിട്ട് സ്പോക്ക് ലൈറ്റ്സും കൂടാതെ മറ്റു ഭാഗത്തൊക്കെ LED ലൈറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഹോളില് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇനി സ്റ്റെയർ കേസ് ഒക്കെ വരുന്നത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ആ ഭാഗത്താണ് കേട്ടോ 2 ബെഡ്റൂം വരുന്നത്. കൂടാതെ ഈ മറുവശത്തായിട്ട് തന്നെ നമ്മുടെ കിച്ചണും വാഷ് ബേസിനും ഒക്കെ വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തൊരു വാഷ് ബേസ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. വാഷ് ബേസിന്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു റെയിലിംഗ് കൊടുത്തിട്ട് അതിന് നടുക്കൊരു വുഡിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിന് നടുക്കായിട്ടാണ് കേട്ടോ LED ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ വാഷ് ബേസിന്റെ വോളൊക്കെ വന്നിട്ട് ഒരു സ്റ്റോൺ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ മിററും വരുന്നുണ്ട്. ഇനി സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ബേസ് ഒക്കെ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് വന്ന് നോക്കുകയാണെങ്കിൽ 3 ഡോർ വരുന്ന ഒരു ഷെൽഫും വരുന്നുണ്ട്. വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ വാഷ് ബേസിന്റെ 2 ഭാഗത്തെ വോളിലായിട്ടും ബ്ലോക്ക് പ്രിന്റിംഗ് പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഒക്കെ ഈ ഒരു ഭാഗത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ 2 വശത്തായിട്ടും ഒരു ബ്ലൂ ആൻഡ് ഓറഞ്ച് ഷെയ്ഡിൽ നല്ല ഭംഗിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റ് LED ലൈറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ ആ ഒരു ഭാഗം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ആണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം നോക്കിയാൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ലുക്ക്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ റൂം 3.3 മീറ്റർ ലെങ്തിലും 3.3 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ വരുന്നത്. കേറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫാമിലി റെഡിമോഡ് കോട്ടാണ്. വുഡിന്റെ ടൈപ്പ് ആണ് കേട്ടോ. ഹെഡ് കോട്ടിന്റെ ഭാഗത്തായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. കോട്ടിന്റെ തൊട്ട് സൈഡിലെ വാളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ആ വാളിലായിട്ടും ബ്ലോക്ക് പ്രിന്റിംഗ് പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ കാണുമ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഈ വശത്തെ വാളിലായിട്ടാണ് കേട്ടോ വാൾഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് വലിയൊരു വാൾഡ്രോബ് തന്നെയാണ്. വാൾഡ്രോബിന്റെ ആ ഭാഗത്തെ വാളിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. മിറർ ഈ ഡോറിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇനി ഈ റൂമിലെ സീലിംഗും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഇടയ്ക്ക് ആ LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കാണണ്ടേ? അതിന് ഞാൻ എന്തിനാ ഈ വാൾഡ്രോബ് തുറക്കണമെന്നല്ലേ, അതിനുള്ളിലാണ് കേട്ടോ ബാത്റൂം വരുന്നത്. ഇനി ബാത്റൂമിന്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് വാഷ് ബേസിനും മിററൊക്കെ വരുന്നത്. കൂടാതെ വളരെ സൗകര്യത്തോട് കൂടി ചെയ്തൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്രൗൺ ഷെയ്ഡിൽ മൊത്തത്തിൽ ടൈലിട്ടുകയാണേ. ഇനി ഈ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് കേട്ടോ 2ാമത്തെ റൂം വരുന്നത്. ഈ റൂമും നമ്മൾ ആദ്യം കണ്ട റൂം പോലെ തന്നെ അത്യാവശ്യം വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂം തന്നെയാണ്. 3.3 മീറ്റർ ലെങ്തിലും 3.6 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ ഈ റൂം വരുന്നത്.
ഇവിടെയും കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടാണ് ഫാമിലി കോട്ട് വരുന്നത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു കോട്ടൺ ആണ് ഇത്. ഇവിടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് കേട്ടോ ബ്ലോക്ക് പ്രിന്റിംഗ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട റൂമിലെ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ വരുന്നതെങ്കിലും ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തെ വാളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഒരു റൂമിലും കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടാ. ഇനി ഇവിടുത്തെ വാൾഡ്രോബ് നോക്കുകയാണെങ്കിൽ വുഡൻ തീമിൽ നല്ല ഭംഗിയിലുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട റൂമിലെ ആ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. 3 ഡോർ ആണ് വരുന്നത്. ഡോറിലായിട്ട് തന്നെയാണ് മിറർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അതിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടാ. ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടാണ്. കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് മിററും വാഷ് ബേസിനും വരുന്നത്. മറ്റേ റൂമിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം സൗകര്യം വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് ഹാളിൽ തന്നെ വന്ന് കിച്ചൺ ഒക്കെ നോക്കാം. നമ്മൾ കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സ്റ്റെയർ കേസിനൊക്കെ താഴ്ഭാഗത്തായിട്ട് ഒരു നിസ്കാര റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് സൗകര്യമൊക്കെ ഒരു പ്രെയർ ഹാൾ തന്നെയാണേ. അപ്പൊ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. കിച്ചണിന്റെ ഡോറ് വന്നിട്ട് വുഡിന്റെ ഡോറാണ്. ഇടയ്ക്ക് ഗ്ലാസിന്റെ ഒരു സിമ്പിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് അകത്തേക്ക് വന്നാല് അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ ഇത്. 4.2 മീറ്റർ നീളത്തിലും 3.6 മീറ്റർ വീതിയിലും ആണ് കേട്ടോ ഈ കിച്ചൺ വരുന്നത്. അത്യാവശ്യം സൗകര്യത്തിലുള്ള ഈ കിച്ചണിൽ കയറി വരുമ്പോഴേ നടുക്കായിട്ട് ഒരു കുഞ്ഞു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നോക്കിയാൽ സ്ലാബ് വാർത്തിട്ട് ഒരു എൽ ഷേപ്പിൽ റാക്ക് ചെയ്തിട്ടാണ്. റാക്കിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റാക്കിന്റെ ബേസിലായിട്ട് ബ്ലാക്ക് കളറിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് മൊത്തത്തിൽ കബോർഡ്സ് വരുന്നുണ്ട്. ഒരു വുഡൻ തീമിലാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യത്തിന് സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഈ കിച്ചണിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റവിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സ്പേസിൽ താഴത്ത് വിറക് വെക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിക്ക് ചെയ്ത ഒരു അടുപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഈ അടുപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഗ്രില്ലിംഗ് ഫംഗ്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ അടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ഇനി ഈ വശത്തായിട്ട് സ്ലാബ് വാർത്തിട്ടാണ് സിങ്കിനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു റാക്കിൽ ഒരു സൈഡിലായിട്ടാണ് സിങ്ക് വരുന്നത്. അത്യാവശ്യത്തിന് വലിയൊരു സിങ്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. സിങ്കിന്റെ മുകൾ ഭാഗം ആ ഭാഗം മൊത്തമായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടാണ്. അവിടെ ആയിട്ടാണ് പാത്ര സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്താണ് പുറത്തേക്കുള്ള ഡോർ വരുന്നത്. ആ ഡോറിനോട് ചേർന്ന് ഈ വശത്തെ വോളിലായിട്ട് ചെറിയൊരു ക്രോക്കറി യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റോറേജ് കീപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഡോർ ആണ് കേട്ടോ വരുന്നത്. അതിൽ 2 ഭാഗത്തെ ഡോർ വുഡിൻ്റെതും നടുക്കത്തെ ഡോർ വന്നിട്ട് ഒരു ഗ്ലാസ് കൊടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കിച്ചണിൽ മുകൾ വശത്തായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വലിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റോർ റൂം വരുന്നത്. അവിടെ ഒരു സ്പേസിലായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അവിടുന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഒരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാളിൽ തന്നെ വന്നിട്ട് സ്റ്റെയർ കേസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുന്നേ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാളിൽ നിന്ന് വളരെ അട്രാക്റ്റീവ് ആവുന്ന തരത്തിലാണ് കേട്ടോ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഗ്ലാസും റെയിലിംഗും വന്നിട്ട് വുഡും ആണ്. ഇവിടെ മൊത്തത്തില് ഫ്ലോറിലും കൂടാതെ സ്റ്റെപ്പിലും ഒക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ അതിന്റെ ഓരോ ഭാഗത്തും സ്റ്റെപ്പിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തില് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഫ്ലവർ കേസ് വെച്ചിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വാളായിട്ട് നോക്കുകയാണെങ്കിൽ നീളത്തിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ആ വാളിന്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ കൊള്ളുന്ന തരത്തിൽ വലിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലെത്തിയാൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള വ്യൂ വന്നിട്ട്. ഇവിടെ ചെറിയൊരു ഹാള് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ മുകളിലായിട്ടും 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഒരു LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഭാഗത്തായിട്ട് പുറത്തുനിന്ന് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ ഒരു ഗ്ലാസ് വിൻഡോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോഴേ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ കോട്ട് വരുന്നുണ്ട്. ഒരു നോർമൽ ഡിസൈനിൽ വരുന്ന ഒരു കോട്ടൺ ആണ് കേട്ടോ. അതിന് തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഷെൽഫ് വരുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിൾ പോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെൽഫാണ് കേട്ടോ. കൂടാതെ 2 വശത്തായിട്ടും 3 ഡോർ വിൻഡോസും വരുന്നുണ്ട്. .3 മീറ്റർ ലെങ്തിലും അതുപോലെ തന്നെ 3.6 മീറ്റർ വിഡ്ത്തിലും ആണ് കേട്ടോ ഈ റൂം വരുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ജിപ്സം ബോർഡിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിന് LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ കബോർഡിന്റെ സ്പേസും അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കബോർഡിന്റെ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ബാത്റൂമിന്റെ ഡോർ ഒന്നും വെച്ചിട്ടില്ല. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഈ റൂമിന്റെ ലെങ്ത്തും വിഡ്ത്തും വരുന്നത് 3.3 മീറ്റർ തന്നെയാണ് കേട്ടോ. നമ്മൾ റൂമിലേക്ക് വരുമ്പോ തന്നെ കാണുന്നത് ഒരു സിംഗിൾ കോട്ടാണ്. ഒരു ഓൾഡ് ഡിസൈനിലൊക്കെ വരുന്ന ഒരു നോർമൽ കോട്ടൺ ആണ് കേട്ടോ ഇത്. ഇവിടെ സിംഗിൾ ബെഡാ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യം തോന്നുന്നുണ്ട് കേട്ടോ. റൂം 2 വശത്തായിട്ട് 3 ഡോറിന്റെ വിൻഡോസ് വരുന്നുണ്ട്. ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ സീലിംഗിലെ ഡിസൈൻ തന്നെയാണ് കേട്ടോ. വുഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ഈ റൂമിലെയും കബോർഡ്സിന്റെയും ബാത്റൂമിന്റെ ഒന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടാ. അതും നമ്മൾ നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ സെയിം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഇട്ടിക്കുകയാണേ. ഇനി നമ്മൾ ഹാളിൽ തന്നെ വരുമ്പോ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ബാൽക്കണി വരുന്നത്. ഇനി ബാൽക്കണി നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ 2 വശത്തായിട്ട് സ്ലാബ് വാർത്തിട്ട് ഇരിക്കാൻ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വശത്തായിട്ട് ഒരു പില്ലർ വരുന്നുണ്ട്. ഒരു സ്റ്റോൺ ടൈപ്പ് ടൈലാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്.
ഈ ബാൽക്കണി വരുന്നത് 2 മീറ്റർ നീളത്തിലും അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയിലുമാണ് കേട്ടാ. ഇതിലൊരു കുഞ്ഞു പോർഷൻ ടൈലിട്ടിട്ട് ബാക്കി ഭാഗം ഓപ്പൺ ടെറസ് ആയിട്ട് കിടക്കുകയാണ്. ആഡംബരങ്ങളൊന്നും കൊടുക്കാതെ ഒതുക്കത്തിൽ വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഒപ്പം നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.